സാധാരണ റവ ലഡുവിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ലഡുവാണ് കേട്ടോ ഇത്. എന്താണെന്നല്ലേ, നമ്മുടെ ഈ മോത്തിച്ചോർ ലഡു ഇല്ലേ, അത് കഴിച്ചവർക്ക് മനസ്സിലാവും. അത് ഭയങ്കര സോഫ്റ്റും സ്വീറ്റും ആയിരിക്കും. സാധാരണ ലഡു പറയുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും, എന്നാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് കടിക്കുക, അങ്ങനെ എന്താ പറയുക, കടിക്കുമ്പോഴത്തേക്ക് വായിൽ വെച്ച് അരിഞ്ഞു പോകാൻ പറയില്ല, അതേപോലത്തെ ലഡുവാണ് കേട്ടോ അത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് 4 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ നെയ്യില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ 2 സ്പൂൺ നെയ്യും ബാക്കി 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ അരക്കപ്പളവിൽ റവയും കൂടി ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട്. റവ കരിയരുത് കേട്ടോ. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയാൽ മതി. റവ നല്ലപോലെ ആ നെയ്യൊക്കെ അതിൽ പിടിച്ച് നല്ലപോലെ മിക്സായി വറുത്ത് കിട്ടും കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ റവ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ റവ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും ഒക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കൈ വിടാതെ ഇളക്കി വറുത്തെടുക്കും. പിന്നെ ഈ ഒരു ലഡു നമ്മൾ റവ വെച്ചല്ലാതെ നുറുക്ക് ഗോതമ്പ് കൊണ്ടും ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ആ റവയുടെ ആ ഒരു അത്ര ടേസ്റ്റ് നുറുക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുമ്പോൾ കിട്ടത്തില്ല. എന്നാൽ നമ്മൾ കയ്യിൽ നുറുക്ക് ഗോതമ്പാണ് ഉള്ളത് എങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പാത്രം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് റവയ്ക്ക് ഒന്നെങ്കിൽ 3/4 കപ്പ് വെള്ളം, അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ഹാർഡായിട്ടുള്ള ലഡു ഉണ്ടാക്കുന്നതെങ്കിൽ അരക്കപ്പ് റവയ്ക്ക് അരക്കപ്പ് വെള്ളം തന്നെ വെച്ചാൽ മതി. പക്ഷേ ഞാനിത് കുറച്ചൊന്ന് ലൂസായിട്ടൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആയതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്കായയുടെ പൊടിയാണ്. അപ്പോൾ ഞാൻ ഏലക്കായ 4 എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ തൊണ്ട് വേണ്ട, തൊണ്ട് കളഞ്ഞ ശേഷം അതിലുള്ള ആ കുരു മാത്രം ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ പഞ്ചസാരയുടെ കൂടെ അടിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഞാൻ പിന്നെ ഇതുള്ളത് കൊണ്ട് ഇതിങ്ങനെ ഇട്ടൊന്ന് ഉടച്ചെന്ന് മാത്രം. എന്നിട്ടത് ഉടച്ചെടുത്ത ശേഷം അത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് വറുത്ത് വെച്ച റവ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിടരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതൊക്കെ ഒന്ന് ഇളക്കി മിക്സായ ശേഷം അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തേങ്ങ ആയതുകൊണ്ട് ഞാനതിൻ്റെ അരമുറിയാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ തേങ്ങയാണെങ്കിൽ 1 മുറി തന്നെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അരമുറി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ. ലോ ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വെള്ളം ഫുള്ള് വറ്റി കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം. ഫുള്ളായിട്ട് വറ്റി ഹാർഡാവണ്ട, ഒരു മീഡിയം രീതിയിൽ വറ്റിക്കഴിഞ്ഞാൽ മതി. കാരണം എന്താ വെച്ചാൽ ഒന്നുകൂടെ തണുക്കാൻ വയ്ക്കുന്ന സമയത്ത് ഒന്നുകൂടെ അത് വറ്റി കിട്ടും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വറ്റിച്ചെടുത്താൽ ഹാർഡായി പോകും. കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പോൾ ഈ ഒരു ലെവലാകുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നല്ലപോലെ തണുക്കാൻ വയ്ക്കുക. തണുത്ത ശേഷം മാത്രമേ കൈ കൊണ്ട് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ചൂടോടെ ഉരുട്ടുമ്പോൾ കൈ പൊള്ളും. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ച് ബൗൾസ് ആക്കി കൊടുക്കുക. ഒരു ഭംഗിക്ക് ഞാൻ ഒരു മുന്തിരിയും അതേപോലെ അണ്ടിപ്പരിപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, ഉണ്ടെങ്കിൽ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്ത് ഞാൻ ഇതേപോലെ നല്ലപോലെ ബൗളാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. കഴിക്കാൻ ഭയങ്കര സ്വീറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ, തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ചിലർ തേങ്ങ അരച്ചും ചേർക്കും. എനിക്ക് അരച്ച് ചേർക്കുന്നതിനേക്കാൾ ഇങ്ങനെയാണ് എനിക്കിഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അരച്ച് ചേർത്ത് ഇഷ്ടം അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി സെറ്റാക്കി എടുക്കുക. ഞാൻ ഇത്ര റവയിൽ നിന്ന് അരക്കപ്പ് റവയിൽ നിന്ന് ഞാൻ 8 ലഡു ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആളുകളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ റവയുടെ അളവ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒരിക്കലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര സ്വീറ്റായിട്ടുള്ള ലഡുവാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റിയ ലഡുവാണ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ റവയാണെന്ന് എന്തായാലും മനസ്സിലാവും. റവയാണെന്ന് മനസ്സിലാവത്തേ ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് കഴിക്കുമ്പോൾ മനസ്സിലാവും റവയാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതേ രീതിയിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനലിൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ടാറ്റാ.